പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം നെഞ്ചിലേറ്റെടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം. ബൈബിൾ പറയുന്നു, ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, രക്ഷയുടെ ദൈവം പുനരുദ്ധരിക്കുവാൻ കരുത്തുള്ളവനാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 8:11 സെന്റ് പോൾ പറയുന്നു, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടേ എങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ഉയർപ്പിക്കുവാൻ കരുത്തുള്ള ആത്മാവിലാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. യേശുവിൻ്റെ കുരിശുമരണം, യേശുവിൻ്റെ പുനരുത്ഥാനം, ഇതെല്ലാം നമ്മളെ ഈ ഒരു നോമ്പ് കാലഘട്ടങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് കടന്നു പോകുന്ന കാലഘട്ടങ്ങളും ഒക്കെ നമ്മളെ ഒരു ഉയർപ്പിലേക്കാണ്, അല്ലെങ്കിൽ ഒരു ഉയിർപ്പിൻ്റെ അഭിഷേകത്തിലേക്കാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിക്കുക. എന്നു വെച്ചാൽ ഒരു മരണത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും ഉത്ഥാനത്തിൻ്റെ മരണമില്ലാത്ത ഒരു ലോകത്തിലേക്കുള്ള ഒരു വിളി ഇവിടെ നിലനിൽക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ മാത്രമാണ് നമ്മളുടെ ജീവിതത്തിൽ ഇത് സാധ്യമാവുക. അതുകൊണ്ടൊരു ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ടാകണം, നമുക്ക് ജീവൻ ഉണ്ടോ അതോ ജീവനുണ്ട് എന്ന് നമ്മൾ ഭാവിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നിരവധി ദൈവത്തിൻ്റെ വചനം, ധ്യാനം, ആരാധന എല്ലാം കടന്നു പോയിട്ടും ഒരു മാറ്റവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, പാപത്തിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് മരണമാണ്. ഒരു ജഡീകമായ ജീവിതമാണ് നമ്മൾ ഈ ലോകത്ത് നയിക്കുന്നതെങ്കിൽ പാപം മനുഷ്യനെ ആത്മീയമായി ഒരു മരവിപ്പിലേക്കും അത് പിന്നീട് ഒരു മരണത്തിലേക്കും നമ്മളെ കൊണ്ടുപോവുകയാണ്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമെന്ന് പറയുക, പാപം അതൊരു ശീലമല്ല, അതൊരു ബന്ധനമാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 19, 20, 21 വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ സെന്റ് പോൾ തന്നെ ജഡത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുകയും പരാമർശിക്കുകയും ചെയ്യുന്നത് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ബൈബിൾ പറയുകയാണ്, ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും സദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല എന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു എന്നാണ് സെന്റ് പോൾ പറയുക. അപ്പം പാപം പ്രവേശിക്കുന്ന ജഡീക പ്രവൃത്തികൾ മുകളിൽ നമ്മൾ കേട്ട, അല്ലെങ്കിൽ ഇതിന് ഈ സെന്റ് പോൾ നമ്മളോട് പറഞ്ഞ ഈ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ വക പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ പ്രവൃത്തികൾ
നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല എന്ന മുന്നറിയിപ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ സെൻറ്റ് പോൾ നൽകുകയാണ്. ഇത് ആത്മീയമായ അടിമത്തമാണ്. നമ്മൾ സമൂഹത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സമൂഹത്തിൽ എല്ലാവരും ജീവിക്കുന്നവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴും ജീവനോടുകൂടി സഞ്ചരിക്കുമ്പോഴും ആത്മീയമായ ഒരു മൃതാവസ്ഥ അവരുടെ ഉള്ളിൽ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സമാധാനമില്ലാത്ത ഒരു സാഹചര്യം അവരുടെ ഉള്ളിൽ ഉണ്ട്. പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ ഒരു ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോവുക. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. നമ്മൾ പഴയ നിയമം പരിശോധിക്കുകയാണെങ്കിൽ ഈജിപ്തിലെ അടിമത്വം ദൈവം അവസാനിപ്പിക്കുന്നത് പെസഹ ആചരിച്ചാണ് എന്ന് നമുക്കറിയാം. അത് പുറപ്പാട് 12-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളി കേട്ട ജനം ആ ഒരു വിടുതലിലേക്ക് അവരെ നയിക്കുന്നത് ഒക്കെ നമുക്കറിയാൻ പറ്റും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇവിടെ സംഖ്യയുടെ പുസ്തകത്തിലെ ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് വാഗ്ദത്ത ദേശത്തെ ലക്ഷ്യമാക്കി കടന്നു പോകുന്ന ഒരു അടിമത്വത്തിൽ നിന്നും മോചനം പ്രാപിച്ച, അല്ലെങ്കിൽ അങ്ങനെ യാത്ര ചെയ്യുന്ന ജനത്തിൻ്റെ മനസ്സ് ഈജിപ്തിൽ നിന്നും അവരുടെ ശരീരം യാത്ര തുടർന്നുവെങ്കിലും അവരുടെ മനസ്സ് ബന്ധനത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു. എന്ന് വെച്ചാൽ അടിമത്വം അവരുടെ മനസ്സിൽ നിന്നും മാറിപ്പോയില്ല. ശരീരം ആ രാജ്യത്തു നിന്നും മുന്നോട്ട് കടന്നു പോയെങ്കിലും ആ രാജ്യത്തുണ്ടായിരുന്ന ബന്ധനം അവരുടെ മനസ്സിനെ പിടിച്ച് അവരെ തിരികെ കടന്നു പോകുവാനുള്ള ഒരു സാധ്യതയിലേക്ക് മനസ്സ് കൊണ്ടുപോവുകയാണ്. അതാണ് സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ്. അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് ഒരു തലവനെ തിരഞ്ഞെടുത്ത് അവൻ്റെ കീഴിൽ ഈജിപ്തിലേക്ക് തിരികെ പോകാം. ഹല്ലേലൂയ. ഓർത്തുകൊള്ളുക, ശരീരം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും മനസ്സ് ഇപ്പോഴും ആ ഈജിപ്തിൽ തന്നെയാണ്, അടിമത്വത്തിൽ തന്നെയാണ്. അതുകൊണ്ട് നമ്മളുടെ ജീവിതം പരിശോധിച്ചാലും നമ്മൾ ധ്യാനം കൂടുന്നു, വചനം കേൾക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ കടന്നു പോകുന്നു എങ്കിലും ഈ അടിമത്വം വിട്ടുപോകാത്ത ചില മേഖലകൾ നമ്മളെ പിടിക്കുകയാണ്. ഈജിപ്താകുന്ന അടിമത്വത്തിൽ തുടരുന്ന ആ ജനം അവിടുന്ന് വിട്ടുപോയെങ്കിലും ആ അടിമത്വത്തിൽ തുടരുന്ന ഒരു സാധ്യത പോലെ ഈ ലോകത്തിൻ്റെ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പം പാപത്തിൻ്റെ ബന്ധനാവസ്ഥ എപ്പോഴും നമ്മളെ പിടിച്ച് അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് നമുക്കൊരു വിടുതൽ ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള കരുത്തെടുക്കേണ്ടത്. ഹല്ലേലൂയ. യേശുവിൻ്റെ കുരിശു മരണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ, കുരിശു മരണത്തിൻ്റെ അകത്തു നടന്ന ശക്തിയിലല്ലാതെ നമുക്ക് പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ സാധിക്കുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് യേശുക്രിസ്തുവിനെ നോക്കി സ്നാപക യോഹന്നാൻ വിളിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ലോകം മുഴുവനുമുള്ള സകല ജനങ്ങൾക്കും, അല്ലെങ്കിൽ സകല ജനപദങ്ങളുടെയും, അത് വർണ്ണമോ വർഗമോ ഭാഷയോ ദേശമോ ഭൂഖണ്ഡമോ ഒന്നും നോക്കാതെ സകല മനുഷ്യരുടെയും പാപം ചുമന്ന് നീക്കുവാൻ കരുത്തുള്ള ജീവനുള്ള ദൈവം മനുഷ്യനായി സ്വർഗം തുറന്ന്
ഇറങ്ങി വന്നിരിക്കുന്ന ഏക രക്ഷകനായ യേശുക്രിസ്തുവിനെ നോക്കിയാണ് പറയുക, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന്. എന്നാൽ സെന്റ് പോള് 1 കൊരിന്ത്യൻസ് 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പഴയ പുളിപ്പ് മാറ്റി നമ്മൾ എന്താ പറയുന്നത്, ഒരു വിശുദ്ധിയിലേക്ക് കടന്നു വരണമെന്നുള്ള ഒരു ആഹ്വാനം നൽകിയതിന് ശേഷം കൊരിന്തിലെ സഭയോട് പറയുകയാണ്, നമ്മളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് പറയുകയാണ്, നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം ഒരു അപകടമല്ല, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എന്ന് വെച്ചാൽ പാപ പരിഹാരത്തിന് ദൈവത്തിൻ്റെ അന്തിമമായ ഉത്തരമാണ് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം അഥവാ പാപപരിഹാര ബലിയെന്ന് പറയുക. അപ്പോൾ കുരിശിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മളൊന്ന് അറിയുന്നത് നല്ലതാണ്. വളരെ എളുപ്പത്തിൽ ചിന്തിച്ചാൽ ശാപത്തെ എടുത്തു മാറ്റുന്നതായി നമുക്ക് കാണുവാൻ പറ്റും. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നിയമത്തിലൂടെ കടന്നു വന്ന ശാപത്തെ യേശുക്രിസ്തു കുരിശുമരണത്തിലൂടെ എടുത്തു മാറ്റി എന്ന് വ്യക്തമാക്കുകയാണ്. കാരണം മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. കുരിശുമരണത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തി ശപിക്കപ്പെട്ടവനാണ്. ശപിക്കപ്പെട്ട വ്യക്തിക്ക് ലഭിക്കുന്ന ഒരു ശിക്ഷയാണ് കുരിശുമരണമെന്ന് പറയുക. ലോകത്തിൻ്റെ മുഴുവൻ പാപവും, ലോകത്തിൻ്റെ മുഴുവൻ ശാപവും, ലോകത്തിൻ്റെ മുഴുവൻ രോഗവും വേദനയും നിരാശയും എല്ലാം യേശുക്രിസ്തു തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പാപത്തെ, ശാപത്തെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു. അതുകൊണ്ടാണ് കൊളോസ്യ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യത്തിൽ സെന്റ് പോൾ പറഞ്ഞു വെച്ചു, നമുക്കെതിരെ എഴുതി വെച്ചിരുന്ന സകല ലിഖിത നിയമങ്ങളെയും പരസ്യമായി അവൻ കുരിശിൽ അവഹേളന പാത്രമാക്കി. എന്ന് വെച്ചാൽ സാത്താൻ്റെ തലയെ തകർത്തെറിഞ്ഞുകൊണ്ട്, ആയുധങ്ങളെ നിരായുധമാക്കിക്കൊണ്ട്, അവൻ്റെ പ്രവൃത്തികളെ ക്യാൻസൽ ചെയ്തുകൊണ്ട് കുരിശിൽ യേശുക്രിസ്തു പാപപരിഹാര ബലിയിലൂടെ, കുരിശു മരണത്തിലൂടെ, തൻ്റെ രക്തം ചിന്തിയുള്ള ആ കുരിശു മരണത്തിലൂടെ സാത്താൻ്റെ തലയെ തകർത്തു. അങ്ങനെ ശാപം, പാപം, രോഗം എല്ലാം യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ എടുത്തു മാറ്റി. ശാപത്തെ തകർത്തു, പാപത്തെ തോൽപ്പിച്ചു, സാത്താനെ പരാജയപ്പെടുത്തി. കൊളോസ്യ ലേഖനം 2:14-15 നിങ്ങൾ പഠിക്കണം. ഹല്ലേലൂയ. അതുപോലെ മനുഷ്യപുത്രൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ കൂടിയാണ് എന്ന് 1 യോഹന്നാൻ 3:8 പറയുകയാണ്. ഇവിടെ ദൈവത്തിന് ജനമേ, കുരിശുമരണം പിന്നീട് കല്ലറയിൽ അടക്കം ചെയ്തതിൻ്റെ 3-ാമത്തെ ദിവസം ഉയർപ്പിൻ്റെ ശക്തി ഈ ലോകം തിരിച്ചറിയുകയാണ്. നമ്മൾ പാപത്തെക്കുറിച്ചും പാപത്തിൻ്റെ പരിഹാരത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യും. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഈ ലോകം തിരിച്ചറിഞ്ഞത് 3-ാമത്തെ ദിവസമാണ്. ഹല്ലേലൂയ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ അവൻ ഇവിടെയില്ല, താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉയർപ്പിൻ്റെ ശക്തിയിലായിരിക്കണം ഇന്ന് നമ്മളുടെ ജീവിതം മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടത്. കാരണം യേശുക്രിസ്തുവിനെ അടക്കം ചെയ്ത കല്ലറ 3-ാമത്തെ ദിവസം ശൂന്യമായി. ഹല്ലേലൂയ. കാരണം നമ്മുടെ പ്രത്യാശയായ യേശുക്രിസ്തു ജീവനോടുകൂടി ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ എൻ്റെ യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ് എന്ന് വിശ്വസിക്കുവാനുള്ള കരുത്ത് എനിക്ക് ലഭിക്കുന്നത് ഈ ഉത്ഥാനത്തിൻ്റെ ശക്തിയിലൂടെയാണ്. ഞാനത് ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രത്യാശയിൽ ജീവിക്കുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, 1 പത്രോസ് 1-ാം അധ്യായം 4-ാം വാക്യം എത്ര മനോഹരമായിട്ടാണ് പത്രോസ്ലീഹ ഇത് പറഞ്ഞു വെച്ചിരിക്കുക. ഇതൊന്ന് ഹൃദയത്തിൽ ഏറ്റെടുക്കണം, ധ്യാനിക്കണം ഈ വചനം. ഹല്ലേലൂയ. ഇങ്ങനെയാണ് പറയുക, യേശുക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്ക് നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന
അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ അവൻ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ഈ പ്രത്യാശ എന്ന് പറയുന്നത് കേവലം ഒരു വികാരമായി നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഈ പ്രത്യാശ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് നസ്രായനായ യേശുക്രിസ്തുവാണ് എന്ന് നെഞ്ചുവിരിച്ച് പറയുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരുടെ നടുവിലേക്ക് വന്ന യേശു ക്രിസ്തുവാണ് ഇന്ന് നമ്മളുടെ പ്രത്യാശയെന്ന് പറയുക. ഈ സമാധാനം നഷ്ടപ്പെട്ട് സ്വസ്ഥത നഷ്ടമായി യുദ്ധത്തിൻ്റെ ശ്രുതികളും ക്ഷാമവും ഭൂകമ്പവും ജാതിയോടും അല്ലെങ്കിൽ രാജ്യത്തോടുമൊക്കെ അടിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ട ഈ ലോകത്തിൽ യഥാർത്ഥ സമാധാനം തൻ്റെ സമാധാന യാഗത്തിലൂടെ നേടിത്തന്ന ഏക രക്ഷകനായ യേശുക്രിസ്തുവാണ് ഈ ലോകത്തിൻ്റെ പ്രത്യാശയെന്ന് സകല ലോകത്തോടും വിളിച്ചു പറയുവാനുള്ള സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. ഈ ശക്തി ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മളിലേക്ക് പകർന്നു തരുന്നത്. അതുകൊണ്ട് ഉയർപ്പിൻ്റെ ശക്തി യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം പെന്തക്കോസ്റ്റൽ ഡേയിൽ ആ ഉയർപ്പിൻ്റെ ശക്തി മാനവരാശിയിൽ അല്ലെങ്കിൽ മനുഷ്യരിൽ വസിച്ചു. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുകയാണ്. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെപ്പോലും ഉയർപ്പിക്കുവാൻ കരുത്തുള്ള ആത്മാവിൻ്റെ ശക്തി പെന്തക്കോസ്റ്റൽ ഡേയിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഈ ആത്മാവിൻ്റെ ശക്തി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരികയാണ്. ആ മാറ്റമാണ് ജഡത്തിൻ്റെ ആ ഫലങ്ങളെ മുഴുവൻ എടുത്തു മാറ്റിക്കൊണ്ട് ആത്മാവിൻ്റെ ഫലങ്ങളായി നമ്മളിൽ നിന്നും പുറത്തു വരിക. അത് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ പറ്റും. അതിങ്ങനെ വെളിപ്പെടുത്തുകയാണ്. ആത്മാവിൻ്റെ ഫലങ്ങളെപ്പറ്റി പരിശുദ്ധാത്മാവ് പറയുകയാണ്. എന്താണത്? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സെന്റ് പോൾ പഠിപ്പിക്കുന്ന ആത്മാവിൻ്റെ ഫലങ്ങൾ 1 സ്നേഹമാണ്, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഇവയാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ. ഇവയ്ക്കെതിരായി ഈ ലോകത്ത് ഒരു നിയമവും ഇല്ല എന്ന് ബൈബിള് നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട് എങ്കിൽ ജഡത്തിൻ്റെ ഫലം നമ്മിൽ നിന്നും പുറത്തു വരികയില്ല. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ആത്മാവിലുള്ള ജീവിതമാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ കുരിശു മരണം, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം, ഇത് ഓരോ വർഷവും നമ്മളിങ്ങനെ ആചരിച്ചു പോകുവാനല്ല, മറിച്ച് അതിൻ്റെ ആഴമറിഞ്ഞ് നമുക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കണം. ഈ കലണ്ടറിൽ മാറി വരുന്ന ഓരോ ദിനങ്ങൾ വെച്ച് ചില ആഘോഷങ്ങൾ നമ്മൾ എടുക്കും. ദുഃഖവെള്ളിയും ഈസ്റ്ററും അങ്ങനെ പലതും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകും. എന്നാൽ പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, കലണ്ടറിലെ ഒരു ദിനമല്ല പുനരുത്ഥാനത്തിൻ്റെ ആ ദിവസം എന്ന് തിരിച്ചറിയണം. അത് ഒരു തീരുമാനത്തിൻ്റെ ദിവസമാകണം. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നമ്മളുടെ വിശ്വാസം വ്യർത്ഥമെന്നാണ് സെന്റ് പോൾ പറയുക. അതുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. 40 ദിവസം ഈ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ നടന്ന് ഞാൻ ജീവിക്കുന്ന ദൈവമാണ് എന്ന് സകല ജനത്തോടും സകല ജനപദങ്ങളോടും തെളിവ് നൽകി കടന്നുപോയ, സ്വർഗാരോഹണം ചെയ്ത വ്യക്തിത്വമാണ് യേശുക്രിസ്തു എന്ന് പറയുക. അതുകൊണ്ട് ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് ഈസ്റ്റർ ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഒരു സാധ്യതയാകാം. പക്ഷെ അവിടെ ഒരു തീരുമാനം എടുക്കുവാനുള്ള
ആർജവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഏത് സാധ്യതകളും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് എന്നെ ശ്രമിക്കുന്ന നിങ്ങളോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഒരു തീരുമാനം എടുക്കുവാനുള്ള ആത്മാവിൻ്റെ ശക്തി നിങ്ങളിൽ ഉണ്ടാകണം. ജഡത്തിൻ്റെ ഫലങ്ങൾ നമ്മളെ നയിക്കുന്നത് പാപത്തിൻ്റെ അടിമത്വത്തിലേക്കാണെങ്കിൽ, ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളെ നയിക്കുന്നത് നിത്യജീവൻ്റെ അവകാശത്തിലേക്കാണ്. കാരണം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 19-ഉം 20-ഉം വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് വാതിലിൽ മുട്ടി വിളിക്കുന്ന യേശുക്രിസ്തുവിനെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, മുട്ടി വിളിക്കുന്ന യേശുക്രിസ്തു, നമുക്കറിയാം വെളിയിൽ നിൽക്കുന്നയാളാണ് മുട്ടി വിളിക്കുക. യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വെളിയിൽ നിന്ന് മുട്ടി വിളിക്കുകയാണ്. ആരെങ്കിലും യേശുക്രിസ്തുവിൻ്റെ സ്വരമൊന്ന് ശ്രവിച്ച് ഹൃദയത്തിൻ്റെ ജീവിതത്തിൻ്റെ വാതിലൊന്ന് തുറന്നു കൊടുക്കുവാനുള്ള കരുത്തെടുത്താൽ, ആ തീരുമാനം നിങ്ങൾ എടുക്കണം. യേശുക്രിസ്തുവിനെ വേണമോ, നിത്യജീവൻ വേണമോ എങ്കിൽ ഈ വിളി നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, വചനദീപ്തി യേശുക്രിസ്തു നിങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് മുട്ടി വിളിക്കുന്ന ശബ്ദമായി നിങ്ങളുടെ ഡ്രോയിങ് റൂമിലേക്ക് കടന്നു വരികയാണ്. എന്നെ ശ്രമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ ലോകം നിങ്ങൾക്ക് നന്മ തരുമെന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങൾ കടന്നു പോകുന്ന വഴികളിൽ നിങ്ങൾക്ക് നന്മയുണ്ടാകുമെന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങൾ സത്യം അറിയണം. നിങ്ങൾ അറിയുന്ന സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുമെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. ഹല്ലേലൂയ. അതുകൊണ്ട് പാപത്തിൻ്റെ ജഡത്തിൻ്റെ അടിമത്വത്തെ നമുക്ക് ഉപേക്ഷിക്കാം. പകരം കാൽവരിയിലേക്ക് നമുക്കൊന്ന് നടക്കാം. കാൽവരിയിലേക്ക് നമുക്കൊന്ന് നോക്കാം. തീരുന്നില്ല അവിടെ, കാൽവരിയിൽ തീരുന്നില്ല. കല്ലറയെ ഭേദിച്ചുകൊണ്ട് അവൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് ഉയർപ്പിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നിങ്ങൾ അനുവദിക്കുമെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവം ഉണ്ടാകും. പിന്നെ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ദൈവത്തിൻ്റെ അതേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ഉയർപ്പിക്കും. അതുകൊണ്ട് ഓർത്തുകൊള്ളുക, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം ഈ ലോകത്ത് ഇവിടെ അവസാനിക്കും. ഇതിനപ്പുറമുള്ള ഒരു ലോകത്തേക്ക് കടന്നു പോവുക അസാധ്യമാണ്. അതുകൊണ്ട് ഇന്ന് ഈ സമയത്ത് ഇതുവരെ നമ്മൾ കേട്ടതൊക്കെ മറന്നേക്കൂ. ഇനി ആ പുനരുത്ഥാനത്തിൻ്റെ ഉയർപ്പിൻ്റെ ശക്തിയിൽ ജീവിക്കുവാൻ, ആത്മാവിൻ്റെ ശക്തിയിൽ ജീവിക്കുവാൻ ഒന്നിനും ഭയപ്പെടാതെ, എൻ്റെ ഉള്ളിലുള്ളത് ജീവനുള്ള ദൈവമാണ്, ആ ബോധ്യം, ആ സാക്ഷ്യം ഏറ്റെടുക്കുവാൻ ഇന്ന് നമുക്ക് പറ്റുമെങ്കിൽ ഇങ്ങനെ വിളിച്ചു പറയണം: യേശു എൻ്റെ ദൈവമാണ്, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, ഈ വചനം സത്യമാണ്, ഞാൻ വചനത്തിൽ വിശ്വസിക്കുന്നു. ഇന്നു മുതൽ എൻ്റെ അവസാന ശ്വാസം വരെ എൻ്റെ യേശുക്രിസ്തുവിന് വേണ്ടി ഈ സഭയിൽ ഞാൻ അനുഗ്രഹമായി ജീവനുള്ള ദൈവത്തെ സ്നേഹിച്ചും ആരാധിച്ചും ജീവിക്കുമെന്ന് വാക്ക് തരികയാണ് എന്ന് യേശുക്രിസ്തുവിനോട്, യേശുക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി സംസാരിക്കുവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നിങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് മാറോട് ചേർക്കുന്ന അനുഗ്രഹത്തിൻ്റെ സമയമാണ്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മർത്യശരീരങ്ങളെ ഉയർപ്പിക്കുവാൻ കരുത്തുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുവാൻ കടന്നു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.